ഇതിനു വേണ്ടി 2 കപ്പ് ബസ്മതി അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് എടുത്ത് വെച്ചതാണ്. 4 കഷ്ണം നെയ്മീൻ ആണ് ഞാൻ സ്റ്റഫിങ്ങിന് വേണ്ടി യൂസ് ചെയ്തത്. നിങ്ങൾക്ക് നെയ്മീൻ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മീനോ ഇറച്ചിയോ ഉപയോഗിക്കാവുന്നതാണ്. 2 ഉള്ളി ചോപ്പ് ചെയ്തതും, 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുത്തതും, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് 1 ടേബിൾ സ്പൂണും, കുറച്ച് കറിവേപ്പിലയും, 1 തക്കാളി കഷ്ണങ്ങളാക്കിയതും എടുത്തിട്ടുണ്ട്. ഇനി മീൻ കഷ്ണങ്ങൾ ചട്ടിയിലേക്ക് ചേർത്ത് അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/2 ഗ്ലാസ് വെള്ളവും ചേർത്ത് നന്നായി കുക്ക് ചെയ്തെടുക്കുക. മീൻ കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിനകത്തേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുക. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഉള്ളി പെട്ടെന്ന് വഴന്നു കിട്ടാൻ വേണ്ടി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഒരുവിധം വഴന്നു വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകിൻ്റെ കഷ്ണങ്ങളും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഉള്ളിയെല്ലാം ആവശ്യത്തിന് വഴന്നു വന്നു കഴിഞ്ഞാൽ അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒന്നുകൂടി നന്നായി വഴറ്റിയെടുക്കുക. ആ തക്കാളിയുടെ കഷ്ണങ്ങളെല്ലാം ഒന്ന് കുക്കാവുന്നതിന് വേണ്ടി നമ്മൾക്ക് ഇത് ഒരു ലിഡ് കൊണ്ട് കവർ ചെയ്ത് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ തക്കാളിയുടെ കഷ്ണങ്ങളെല്ലാം നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി ഒന്നുകൂടി വഴറ്റിയെടുക്കുക. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും ചേർത്തിട്ടുണ്ട്. ഉള്ളിയും തക്കാളിയും എല്ലാം നന്നായി വഴന്നു വന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മീനിൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർക്കാം. ഇതിൽ നിന്നും മുള്ളെല്ലാം മാറ്റി കഷ്ണങ്ങളെല്ലാം ഒന്ന് ചെറുതാക്കി എടുത്തതാണ് ഞാൻ. ഇത് ചേർത്ത് ഒന്നുകൂടി നന്നായി വഴറ്റിയെടുക്കുക. ആ ഉള്ളിയുടെയും മസാലകളും എല്ലാം ആ മീനിലേക്ക് ഒന്ന് പൊതിഞ്ഞ് നന്നായി കവറായി വരുന്നത് വരെ നല്ലവണ്ണം വഴറ്റിയെടുക്കുക. ഇതൊരു 2 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുത്ത് മസാലകളെല്ലാം ഒന്ന് നന്നായി പൊതിഞ്ഞ് വരുന്ന പാകത്തിൽ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന 2 കപ്പ് അരി ഊറ്റിയെടുത്ത് ഇതിനകത്തേക്ക് ചേർക്കുക. ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങാപ്പാലും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ ചോറ് കൂടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. എങ്കിൽ ഒന്നുകൂടി സോഫ്റ്റ് ആവും. ഇത് അരച്ച ബാറ്റർ ഞാനൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ബാറ്റർ ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമ്മുടെ ബാറ്ററിന്. അപ്പോൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം എടുത്ത് ചൂടാക്കിയതിന് ശേഷം ഇഡ്ഡലി ചെമ്പിൻ്റെ തട്ടിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം അതിനകത്തേക്ക് ഓരോ തവി വെച്ച് മാവ് കോരി ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഓരോ ടേബിൾ സ്പൂണായിട്ട് നമ്മുടെ ഫിഷിൻ്റെ ഫില്ലിങ്സ് നിറച്ചു കൊടുക്കുക. മാവ് നിറച്ചൊഴിക്കേണ്ട ആവശ്യമില്ല. കാരണം ഫില്ലിംഗ് കൂടി ചേർക്കുമ്പോൾ ഇഡ്ഡലി ചെമ്പിൻ്റെ ആ തട്ട് നിറഞ്ഞു കവിയും. അതുകൊണ്ട് ആവശ്യത്തിന് നോക്കിയിട്ട് മാവ് ആദ്യം ചേർക്കുക. പിന്നെ വേണമെങ്കിൽ ലേശം കൂടി ഒഴിച്ചു കൊടുത്താൽ മതി. അടുത്ത തട്ടും വെച്ച് അതിലേക്ക് എണ്ണ തടവിയതിന് ശേഷം ഞാൻ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊരു നല്ല ഈവനിങ് സ്നാക്കായിട്ട് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഡിന്നറിന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതിലേക്ക് ഓരോ ടേബിൾ സ്പൂൺ വീതം ഫിഷ് ഫില്ലിങ്സ്
ചേർത്ത് കൊടുക്കുക. ബാറ്റർ എല്ലാം നന്നായി ഫിൽ ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ഒരു 15-20 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ സ്റ്റഫിംഗ് ഇഡ്ഡലി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് പാത്രത്തിൽ നിന്നും വേർപെടുത്തിയെടുക്കാവുന്നതാണ്. ഇത് നല്ല ടേസ്റ്റിയുള്ള ഒരു സ്റ്റഫിംഗ് ഇഡ്ഡലിയാണ്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.